ഹായ് ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്തും ഓണം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമുക്കൊന്നും ഇല്ലാത്ത ഒരു ചടങ്ങ് ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ട് കേട്ടോ. സ്കൂളിലേക്ക് ഓണത്ത് സെലിബ്രേഷനായിട്ട് ഡ്രസ് കോഡ്, ഒരു എന്താ പറയുക, ട്രഡീഷണൽ ആയിട്ടുള്ള വേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മോന് ഡ്രസ് കോഡ് ഉണ്ട് പറഞ്ഞിട്ട് അവർ സ്കൂളിൽ നിന്നെല്ലാം കൂടിയും ഓല് എല്ലാവരും കൂടി ഒരുമിച്ച് തയ്പ്പിക്കാൻ തോന്നുന്നു ഒരേ മോഡൽ ഡ്രസ്സ്. മോൾക്ക് ധാവണി വേണമെന്ന്. അവൾക്ക് പറ്റിയ ധാവണി ഞാൻ ഇനി എവിടെ പോയി തപ്പണം എന്ന് എനിക്കറിയില്ല. ഞാൻ പോയി നോക്കട്ടെ. കിട്ടിയിട്ടില്ല വെച്ചാൽ എൻ്റെ ഒരു ധാവണി തന്നെ ബ്ലൗസ് ഷേപ്പ് ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അവൾക്കൊക്കെ പറ്റുന്ന ധാവണി ഷോപ്പിൽ ഇറക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് പോവുകയാണ്. സൗണ്ട് കുറച്ചില്ല. അപ്പോൾ കാർ എടുക്കുന്നില്ല കേട്ടോ, ബസ്സിനാണ് പോണത്. അരുണ് ബസ്സിലുണ്ട്. അപ്പം പിന്നെ അവൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാന്ന് വിചാരിച്ചു. പറ്റുകയാണെ എനിക്കും ഒരു ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് നിൽക്കുന്നൊരു ഇതുണ്ടല്ലോ, അതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒന്ന് ഓണത്തിൻ്റെ പർച്ചേസിങ്ങിന് ഇറങ്ങിയാണ്. അപ്പോൾ അരുണ് ചോദിച്ചിട്ടുണ്ട് എനിക്ക് മര്യാദയ്ക്ക് കാറും എടുത്ത് പോന്നാൽ പോരെയെന്ന്. പക്ഷെ കാറും കൊണ്ട് പോയാൽ പറഞ്ഞതിൻ്റെ അതിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇന്നൊക്കെ ലീവുള്ള ദിവസമാണല്ലോ. പിന്നെയെന്ന് വെച്ചാൽ ചില സ്ഥലത്ത് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റൂല, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പോവാ അപ്പം പാർക്ക് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ബസ്സിന് പോയാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി നിൽക്കുകയും ചെയ്യുക, ഇറങ്ങുകയും ചെയ്യുക, ഇതാക്കുകയും ചെയ്യുക. പക്ഷെ അങ്ങനെയല്ലല്ലോ കാറെടുത്ത് പോകുന്ന സമയത്ത്. അപ്പം അങ്ങനെയാണ് ഇന്ന് ഓണത്തിൻ്റെ പർച്ചേസിങ്. എനിക്ക് ഓർമ്മയില്ല, ഓള് ഭയങ്കരമായിട്ട് ഇതായിരുന്നു. അല്ലേ കഴിഞ്ഞ ഓണത്തിന് ഒരു പട്ടുപാവാടയും കുപ്പായവും മേടിച്ചിട്ട് ഓളത് ആ ഒരൊറ്റ ദിവസം ഇട്ട് നല്ലാണ്ട് ഇപ്പോഴും അത് അവിടെ കിടക്കുക. അതുകൊണ്ട് ഞാൻ കുറേ പറഞ്ഞു നോക്കി. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സൊക്കെ ധാവണി ഇടുന്നുണ്ട് എന്നാണ്. പോയി നോക്കട്ടെ, കിട്ടുകയാണെ കിട്ടി, ഇല്ലേ ചട്ടി, അത്ര തന്നെ. അങ്ങനെ ഉള്ളിയേരെത്തി ഒരു 5-10 മിനിറ്റ് നമുക്ക് കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഞാനവിടെ എനിക്ക് സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്തിരുന്നൊരു ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് 1-2 കാര്യങ്ങൾ തിരക്കാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് പോണൊരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയലിനെ കൊണ്ട് എനിക്കൊരു പാവാടയും ബ്ലൗസും തയ്ക്കാൻ വേണ്ടിയിട്ട് എത്ര വേണം, എങ്ങനെ, എത്ര മീറ്ററാണ് എന്താണെന്നൊക്കെ ഒന്ന് ചോദിച്ചു വന്നു. മോൾക്ക് അങ്ങനെ ഒരു ധാവണി എടുത്തു. അതേപോലെ ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഞാനും എനിക്കൊരു ബ്ലൗസ് അടിക്കാനൊരു ഫുൾ സ്ലീവ് ബ്ലൗസ് അടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചു. അതിന് വൈറ്റ് കളറ് സ്കേർട്ടും അതാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മേടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താവുമെന്നൊന്നും എനിക്കറിയില്ല, സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ്. മോളുടെ ധാവണി ഞാൻ വീഡിയോ എടുത്തതിൽ അവളെയും കാണുന്നുണ്ട്. പിന്നെ വെറുതെ മറ്റുള്ളവർക്ക് കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് അവളെ എറിഞ്ഞു കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് കട്ട് ചെയ്തതാണ്. പിന്നീട് ഒരിക്കൽ അവളുടെ ധാവണി ഞാൻ കാണിച്ചു തരാം. പിന്നെ അവൾക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് മേടിക്കാൻ കയറിയതാട്ടോ. ഈ ഒരു ചെരുപ്പ് ഇതല്ല കേട്ടോ, അതിൻ്റെ ഒരു ഗ്രീൻ കളറാണ് അവളെടുത്തത്. ഈ ഒരു കളറിനെക്കാട്ടിലും ഭയങ്കര ഭംഗിയുള്ളത് ഈ ഒരു ഗ്രീൻ എന്നും പറയാൻ പറ്റൂല, ഏതോ ഒരു കളറ്. ഒരു ഗ്രീൻ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഗ്രീൻ എന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ പാവാടയും ബ്ലൗസിനുള്ള ചെരുപ്പും എടുത്ത് ഒക്കെ റെഡിയാക്കി. ചെരുപ്പും മേടിച്ച് അവിടുന്ന് ഒരു ഓട്ടോയും വിളിച്ച് നേരെ മാളിലേക്ക് പോയിട്ടോ.
അവിടുന്ന് പോത്തിൻ്റെ തലച്ചോറും ലിവറും എടുത്ത്. പോത്തിൻ്റെ തലച്ചോറ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ കഴിക്കാറില്ല കേട്ടോ, മുൻപ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത് കഴിഞ്ഞ് 1-2 സാധനങ്ങളും കൂടി മേടിക്കാനുണ്ടായിരുന്നേ. അത് മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്റ്റാറ്റസ് ഞാൻ നോക്കിയത്. അപ്പോൾ KSRTC അപകടത്തിൽപ്പെട്ടെങ്ങാനും മരിച്ച ഡ്രൈവർ ഉണ്ടല്ലോ, എൻ്റെ ഒരു സുഹൃത്താണ്. അത് കണ്ടപ്പോൾ വളരെ വിഷമമായി പോയിട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് ഇവിടുന്ന് സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തതിന് ശേഷം പിള്ളേർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയേ. എൻ്റെ പിള്ളേർ എങ്ങനെയാണ് ഇത് കഴിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു സാൻഡ്വിച്ച് അവരെന്തൊക്കെയോ പറഞ്ഞ് ഓർഡർ ചെയ്തതാണ്, പക്ഷേ എനിക്കിഷ്ടമായില്ല കേട്ടോ. അവർ രണ്ടുപേരും നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റാൻഡിൽ പോയി. അരുണിൻ്റെ ബസ് ലേറ്റ് ആവുമെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ വേറെ ബസ്സിന് കയറി ഇങ്ങ് പോന്നു കേട്ടോ. അങ്ങോട്ട് ഫ്രീ ആയിട്ട് പോയി, ഇങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ നേരെ ഉള്ളിയേരി വന്ന് ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് അതും കഴിഞ്ഞ് ഉള്ളിയിരുന്ന് നേരെ ഒരു ബസ് എന്നല്ല കേട്ടോ, ഒരു ബസ്സിന് കയറിയിട്ട് ഇങ്ങോട്ട് പോന്ന്. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ.